റിവിഷൻ ചെയ്യാനായിട്ട് എല്ലാവരും നമ്മളുടെ അടുത്ത് പറയാറുണ്ട് അല്ലേ? പക്ഷേ എക്സാം ടൈം ആകുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ റിവിഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്ത് സാധനം പഠിച്ചാലും അത് അപ്പപ്പോൾ തന്നെ റിവിഷൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ഓർമ്മയുണ്ടാവില്ല. അപ്പം എന്തുകൊണ്ടാണ് റിവിഷൻ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. റിവിഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മെമ്മറീനെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും അതൊരു ടൈമിനനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മൾ കഴിഞ്ഞ മാസം പഠിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തിയറം അത് നമുക്ക് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പറയും, ഇല്ല മിസ്സേ ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ അല്ലേ? ഈ സർപ്രൈസ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, അയ്യോ മിസ്സേ ഒന്നും ഓർമ്മയില്ല അല്ലേ? ശരിക്കും നമ്മൾ പഠിച്ചതാണ്, എന്നാലും നമുക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ടൈമിനനുസരിച്ച് എന്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ മറന്നു പോകാറുണ്ട്. നമ്മൾ എന്ത് വായിച്ചാലും അത് പെട്ടെന്ന് തന്നെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോപ്പറായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാൻ പറയുന്നത്, റിവൈസ് ചെയ്യാനായിട്ട് പറയുന്നത്. കാരണം നമ്മൾ ഏറ്റവും ആദ്യം ഒരൊറ്റ തവണ വായിക്കുന്ന കാര്യമൊക്കെ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലാണ് പോകുള്ളൂ. പിന്നെ അത് വീണ്ടും വായിക്കുന്നതിലൂടെയാണ് അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുന്നതും നമ്മുടെ മെമ്മറി കുറച്ചുകൂടിയും സ്ട്രെങ്തൻ ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ എക്സാം ടൈമിൽ ഇപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചു എന്ന് വിചാരിക്കാം, ആ ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എക്സാം ടൈമിൽ എഴുതാൻ കിട്ടും. അതാണ് റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാം ടൈമിൽ അത് എന്തായാലും നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്തൻ ആയിട്ടുള്ള ഏരിയാസ് മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് അറിയാത്തത്, ഏത് കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തത്, എൻ്റെ വീക്ക് സെക്ഷൻ ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കിയിട്ട് അത് കുറച്ചുകൂടിയും സ്ട്രെസ് ചെയ്ത് ഒന്നുകൂടിയും പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീക്ക് ഏരിയാസ് മനസ്സിലാവാൻ കൂടിയിട്ട് നിങ്ങൾക്ക് ഈ റിവിഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ നമുക്ക് എക്സാം ടൈമിൽ ഉണ്ടാകുന്ന സ്ട്രെസ് അത് കുറയ്ക്കാനും റിവിഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ഒരു ടോപ്പിക്കിനായിട്ട് അത്രയും ഫെമിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെയൊക്കെ ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അത് എഴുതാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കീ പോയിന്റ്സ്, ഫോർമുലാസ്, കീവേഡ്സ് കാര്യങ്ങളെല്ലാം ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ എക്സാമിന് സമയത്തിനനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് സ്ട്രെസ് മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ റിവിഷനിലൂടെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് മാക്സിമം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. നമ്മൾ പഠിച്ച കോൺസെപ്റ്റിലായിക്കോട്ടെ, അതിലുള്ള ക്ലാരിറ്റി, നമ്മൾ എഴുതുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ നമുക്കൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ആലോചിക്കാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനല്ല ആക്ച്വലി നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നോളജ് സ്ട്രെങ്തൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് നോട്ട്സിൻ്റെ ആവശ്യം വരിക അല്ലേ? നമുക്കിപ്പോൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഇരുന്ന് വായിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, ക്യാപ്സ്യൂൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സിൻ്റെ ഒക്കെ വളരെയധികം അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചസിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന PDF ആയിട്ടാണ് നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സ് വരും. അപ്പോൾ ആ ഡൗട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണം, ഒന്ന് എടുത്ത് നോക്കണം, ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ആ ടോപ്പിക് ഒന്നുകൂടി ഒന്ന് കാണണം അല്ലേ? ആ ക്ലാസ് ഒന്നുകൂടി കാണണം. അപ്പോൾ അതിന് വേണ്ടി എന്തുണ്ട്, നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് നേരിട്ട് ഡൗട്ട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് വരുന്നുണ്ട്. ഇനി എക്സാം സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റിവൈസ് ചെയ്തു, ഇനി അതെന്താണ് ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടി ടൈം മാനേജ്മെന്റ് കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ചാപ്റ്റർ വൈസ് എക്സാംസും മോഡൽ എക്സാംസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് വർക്ക്ഷീറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനർ ബാച്ചിലൂടെ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാം, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്തും അതിൻ്റെ 100% നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണം അല്ലെ? ആ ഒരു ടോപ്പിക്കിൻ്റെ വീണ്ടും നമ്മൾക്ക് എടുത്തു കാണണം, അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അതിൻ്റെ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് വേണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, എക്സാംസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുമ്പോഴാണ് നമുക്ക് എക്സാം ടൈമിൽ 100% കോൺഫിഡൻസിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാമിനർ ബാച്ചസിലൂടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുവരെയായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വരിക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പിക്കും പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അവിടെ പറഞ്ഞുതരും.